ഹായ് ഹലോ എല്ലാവർക്കും ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഡിറ്റർജൻറ്റ് ലിക്വിഡ് തയ്യാറാക്കുക എന്നതാണ്. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജസ്റ്റ് മിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ജെല്ലാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മാത്രമേ വാങ്ങിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് മിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആപ്പിലൂടെയാണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജെല്ല് ഏകദേശം 1 ലിറ്ററോളം അളവ് വരുന്ന രീതിയിലാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് നമ്മുടെ ബോട്ടിലിൻ്റെ സൈഡിൽ ഹൗ ടു മിക്സ് എന്ന് പറയുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ടാവും. വളരെ വ്യക്തതയോടുകൂടി തന്നെ അത് വായിച്ചു നോക്കിയതിന് ശേഷം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ബോട്ടിൽ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. പൊട്ടിച്ചതിന് ശേഷം നമുക്കിതൊരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബക്കറ്റിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ 5 ലിറ്റർ അളവുള്ള ലിക്വിഡാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വലിയ ബക്കറ്റിന് എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജെല്ല് നമ്മുടെ ഈ ബക്കറ്റിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാ ജെല്ലും നമ്മുടെ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുപ്പിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ബാക്കി വരുന്ന ജെല്ലുകൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് കലക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കൈയെത്താത്ത ഭാഗങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ജെല്ലുകൾ എടുക്കാനായിട്ട് നമുക്കൊരു തടിയുടെ ഒരു തവി നമുക്ക് യൂസ് ചെയ്യാം. അതുപയോഗിച്ച് നമുക്ക് എല്ലാ ജെല്ലുകളും എടുത്ത് നമ്മുടെ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഉപയോഗിക്കുന്ന തവി അടുക്കളയിൽ ഉപയോഗിക്കുന്നതായിരിക്കരുത്. കാരണം ഇതിൽ എന്തെങ്കിലും കെമിക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഭക്ഷണത്തിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ വേറെ തവി കടകളിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ കുപ്പിയിലുള്ള എല്ലാ ജെല്ലും നമ്മുടെ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തവി ഉപയോഗിച്ച് പയ്യെ മെല്ലെ ഒന്ന് കലക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് അല്പമായിട്ട് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 4 ലിറ്ററോളം അളവ് വരുന്ന വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ മിനറൽ വാട്ടർ തന്നെ ഇതിലേക്ക് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സാധാരണ പൈപ്പ് വെള്ളമോ മറ്റും ഒന്നും ഉപയോഗിക്കാതിരിക്കുക. ചിലപ്പോൾ മറ്റുള്ള വെള്ളമൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ അണുക്കളോ അല്ലെങ്കിൽ ചെറിയ കളറോ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന തുണികൾക്ക് അത് ഡാമേജുകളോ മറ്റും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മിനറൽ വാട്ടറോ അല്ലെങ്കിൽ RO വാട്ടറോ ഇതിനെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കലക്കി കൊടുക്കാം. ഈ ഒരു ജെല്ല് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിന് ചെറിയൊരു സ്മെല്ലുണ്ടാവും. നല്ലൊരു സ്മെല്ല് തന്നെയാണ്. പിന്നെ ഇത് തുണികൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് തുണികൾക്ക് ഡാമേജുകളോ നൂല് പൊങ്ങുന്നതോ
അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല. നല്ല രീതിയിൽ തന്നെ തുണികളിലെ അഴുക്ക് പോവുക തന്നെ ചെയ്യും. അങ്ങനെ നമുക്ക് എല്ലാ വെള്ളവും ഒഴിച്ചു കൊടുത്ത് പയ്യെ പയ്യെ ഇളക്കി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളമായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് കട്ട കൂടുതൽ ഉടഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാ വെള്ളവും കൂടി ഒറ്റയടിക്ക് ഒഴിച്ച് കലക്കുമ്പോൾ അത് കട്ട ഉടഞ്ഞ് അതെല്ലാം കൂടി മിക്സ് ആകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം മാത്രമായിട്ട് ഒഴിച്ച് കലക്കിയെടുക്കുന്നത്. അത് നമുക്ക് കലക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഡിറ്റർജൻറ്റ് വളരെ എളുപ്പത്തിൽ തന്നെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിൻ്റെ ഒരു പതയൊക്കെ ഒന്ന് തങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് തുണി കഴുകാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തുകൂടി ഒന്ന് നോക്കുക.